കോൺഗ്രസിൽ പുതിയ കരുനീക്കം. പ്രധാന വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെപിസിസി പ്രസിഡന്റിന് കത്ത് ലഭിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി എം.ആർ. അഭിലാഷാണ് കത്ത് നൽകിയത്. അടിയന്തര കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത്. നികുതി നിർദ്ദേശം ഉൾപ്പെടെ നിർണായക വിഷയങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോഴാണ് യോഗം ചേരാൻ കെപിസിസി അധ്യക്ഷന് കത്ത് നൽകിയത്. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഈ സർക്കാർ അധികാരത്തിലേറിയിട്ട് 2 മാസമാകാൻ പോകുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഈ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം കേൾക്കേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണോ സർക്കാർ ഒരു നയപരമായ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് പാർട്ടിക്കകത്തും പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണോ ഇങ്ങനെയൊരു കത്ത് കെപിസിസി അധ്യക്ഷന് നൽകിയിട്ടുള്ളത്? ഒപ്പം തന്നെ ഈ കെപിസിസിയിലേക്ക് ഒരു പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് അമ്പിളി ഏറ്റവും പ്രധാനമാകുന്നത്. അതായത് ഈ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും, അതായത് ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുന്നത് ഉൾപ്പെടെ പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം എടുത്ത ഈ 1 മാസം കഴിയുമ്പോഴേക്കും പുതിയ മുഖ്യമന്ത്രി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, അതിൽ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമന കാര്യമായാലും അതോടൊപ്പം തന്നെ ഈ ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് വീര്യം കുറഞ്ഞ നികുതിയുടെ നിർദ്ദേശമൊക്കെ ബജറ്റിൽ വന്നു, അത് ധനബില്ലിലൊക്കെ ഉൾപ്പെടുത്തി. ഈ കാര്യത്തിലൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ വിമർശനം പുകയുകയാണ്. ഇതൊക്കെ തന്നെ നിർണായകമായ തീരുമാനങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെയാണ്, പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നില്ല എന്നതിനപ്പുറത്തേക്ക് മന്ത്രിസഭയിൽ പോലും, അതായത് മറ്റു മന്ത്രിമാരെയൊക്കെ തന്നെ ഈ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏകപക്ഷീയമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളൊരു വിമർശനം അത് വളരെ ശക്തമായി ഓരോ ദിവസം കഴിയുമ്പോൾ, കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ പുതിയ തീരുമാനങ്ങൾ വരികയാണ്. ഏറ്റവും ഒടുവിലാണ് ഈ വിഴിഞ്ഞം അദാനി ഗ്രൂപ്പ് ഈ ഓഹരി വിൽക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ തീരുമാനത്തിൽ പോലും ഈ അദാനി ഓഹരി വിൽക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നേരത്തെ ഒരു നീക്കം അറിയാമായിരുന്നു എന്ന ചില രീതിയിൽ മുഖ്യമന്ത്രി സംശയത്തിന് മുന്നിൽ വരുന്ന രീതിയിലാണ് പ്രതിപക്ഷമൊക്കെ ആരോപണം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് CPM വി ഡി സതീശൻ അദാനി ഡീൽ എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വളരെ ശക്തമായ ആരോപണം, പ്രത്യക്ഷത്തിലൊരു ആരോപണമൊക്കെ ഏറെക്കുറെ ഒരു അഴിമതി ആരോപണം എന്ന രീതിയിലൊക്കെ മുഖ്യമന്ത്രിയെ സംശയത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വിഷയങ്ങളിലും മുഖ്യമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടക്കുന്നു, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു, അതിനുശേഷം ആ തീരുമാനങ്ങൾ മാറ്റേണ്ടി വരുന്നു, പല തീരുമാനങ്ങളും പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. സർക്കാർ അധികാരമേറ്റിട്ട് 1 മാസം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോഴേക്കും ഏകപക്ഷീയമായ തീരുമാനം എന്ന രീതിയിലാണ് പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയരുന്നത്. പ്രത്യേകിച്ച് KC പക്ഷമാണ് വലിയ രീതിയിൽ വിമർശനം ശക്തമാക്കുന്നത്. നമുക്കറിയാം, മന്ത്രിസഭയിൽ പോലും KC പക്ഷമാണ്. ഈ മന്ത്രിമാരുടെ എണ്ണത്തിൽ പോലും പിടിമുറുക്കിയിരിക്കുന്ന ഒരു ആധിപത്യം പോലും KC പക്ഷത്തിനാണ്. എന്നിട്ട് പോലും മുഖ്യമന്ത്രി എല്ലാ നിർണായക തീരുമാനങ്ങളും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊരു വിമർശനം ശക്തമാകുമ്പോഴാണ് ഈ KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന M.R. അഭിലാഷ് തന്നെ ഒരു കത്ത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നൽകിയിരിക്കുകയാണ്. ഈ കത്തിൽ അടിയന്തരമായി KPCC ഭാരവാഹി യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകണം. അപ്പോൾ KPCC ഭാരവാഹി യോഗം ചേർന്നൊരു വിഷയത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. പാർട്ടി ചർച്ച ചെയ്തതിനു ശേഷം പിന്നെ മറ്റു മന്ത്രിമാരൊക്കെ അറിഞ്ഞു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശം. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു എല്ലാം ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. അവിടെ പോലും പല വിഷയങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് PMC വിഷയത്തിലൊക്കെ തന്നെ മന്ത്രിസഭയിൽ പോലും പലരും അറിഞ്ഞില്ല എന്ന തീരുമാനം വരുന്നു. മുഖ്യമന്ത്രി പാർട്ടിയിൽ നിന്ന് പലപ്പോഴും ഫയലുകൾ പോലും, മുഖ്യമന്ത്രിയുടെ ഫയലുകൾ പാർട്ടിയിൽ കൊണ്ടുവന്ന VS സർക്കാരിൻ്റെ കാലത്ത് VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഫയലുകളൊക്കെ AK സെന്ററിൽ കൊണ്ടുവന്നിരുന്നു എന്ന രീതിയിൽ വി ഡി സതീശൻ തന്നെ വിമർശനം ഉന്നയിക്കുകയും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞാണ്, പണ്ട് CPM ഭരിച്ചിരുന്നപ്പോൾ ഫയലുകളൊക്കെ AK സെന്ററിൽ കൊണ്ടുവന്ന ആ രീതി എന്തായാലും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അങ്ങനെ പാർട്ടിയിൽ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയില്ല, UDF സർക്കാർ അങ്ങനെ ചെയ്യുകയില്ല എന്നൊരു സൂചന കൂടിയാണ് അദ്ദേഹം തരുന്നത്. അത് സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് വേണ്ടി തന്നെയാണ്, സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള എതിർചേരികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അങ്ങനെ വലിയ രീതിയിൽ ഒരു നിലപാട് അദ്ദേഹം തന്നെ എടുക്കുമ്പോഴാണ് മറുപക്ഷം വലിയ ശക്തമായൊരു നീക്കം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ വി ഡി സതീശനെതിരെ നടത്തുന്നതെന്ന് തന്നെ പറയേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് വിഴിഞ്ഞം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ വളരെ ശക്തമായി ഈ അദാനി ഗ്രൂപ്പിനെതിരെ ശക്തമായ നിലപാടെടുക്കണം. മറ്റ് BJP അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പൊ KPCCയുടെ കാര്യം പറയുകയാണെങ്കിൽ KPCC അധ്യക്ഷൻ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ആര് കൈകാര്യം ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും KPCCയിൽ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഴിഞ്ഞത്തിൽ വിദേശ നിക്ഷേപം വരുന്നത്. ഇതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് കൂടുതൽ ഭിന്നത രൂക്ഷമായിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം പോലും. കാരണം പല വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന് ആ നിയമനം മാറ്റണം, ആ നിയമനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി മറ്റൊരു ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന PM നിയാസാണ് ഇത്
പരസ്യമായാണ് രംഗത്തെത്തിയത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പോയി കാണുന്നു, KPCC അധ്യക്ഷൻ കത്ത് നൽകുന്നു, ഹൈക്കമാൻഡിന് കത്ത് നൽകുന്നു. എന്നിട്ട് പോലും അവിടെ വീണ്ടും ഒരു ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം വീണ്ടും ഒരു ചർച്ച. ആ വിഷയത്തിൽ പോലും കൃത്യമായി മുഖ്യമന്ത്രിക്കായിരുന്നു അതിൽ ഏറ്റവും മുഖ്യമന്ത്രി മുൻകൈ എടുത്താണ് ശേഷാദ്രിനാഥിന്റെ നിയമനം പോലും നടത്തിയത്. അങ്ങനെ പല വിഷയങ്ങളിൽ പാർട്ടിക്കുള്ളിൽ വിമർശനം, അത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഈ സമയത്താണ് ഏറ്റവും നിർണായകമായി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി പ്രതിപക്ഷം ആയുധമാക്കുന്നത് വിഴിഞ്ഞം വിഷയം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് വിഴിഞ്ഞം വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക്? ആ നിലപാട് ഇപ്പോൾ ഒരു ഉന്നതാധികാര സമിതിയൊക്കെ തീരുമാനിച്ചു എങ്കിൽ പോലും ആ ഉന്നതാധികാര സമിതി തീരുമാനിക്കുമ്പോൾ അതിൽ പ്രധാനമായും 3 വകുപ്പുകളാണ്. അതായത് ആ ഉന്നതാധികാര സമിതിയിലുള്ളത് തുറമുഖ സെക്രട്ടറി, ഒപ്പം തന്നെ ധനകാര്യ സെക്രട്ടറി, അതോടൊപ്പം തന്നെ നിയമ സെക്രട്ടറി. ഈ 3 സെക്രട്ടറിമാരും ചേർന്നാണ് ഈ തീരുമാനിക്കുന്നത്. ഈ 3 സെക്രട്ടറിമാരെന്ന് പറയുമ്പോൾ 3 വകുപ്പും മുഖ്യമന്ത്രി തന്നെയാണ് കൈയാളുന്നത്. അങ്ങനെ വരുമ്പോൾ അത് തീരുമാനം എടുക്കേണ്ടി വരുന്നത് ആ 3 വകുപ്പും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അവിടെ പോലും മറ്റു മന്ത്രിമാർക്ക് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നിർണായക തീരുമാനം, വിഴിഞ്ഞം പോലുള്ള നിർണായക തീരുമാനം, പ്ലീഡർമാരുടെ തീരുമാനം, ഏറ്റവും വിവാദമായിരിക്കുന്ന ഈ മദ്യനയത്തിലെ തീരുമാനം, ഇതൊക്കെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊരു തീരുമാനമായി എടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് കൊണ്ട് അത് മറയാക്കി അദ്ദേഹം എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു. മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നില്ല. ഈ മന്ത്രിസഭയിൽ പോലും ഇത് വേണ്ട രീതിയിൽ ചർച്ചയാകുന്നില്ല. അത് ഇന്ന് രാവിലെ എക്സൈസ് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പോലും, അതിനു മുമ്പ് അദ്ദേഹം എം ലിജുവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പോലും ഈ നികുതി നിർദ്ദേശവും ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നില്ല. അതിൽ പാർട്ടിക്കുള്ളിലും UDF-നും മുന്നണിക്കുള്ളിൽ പോലും വിമർശനങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് അടിയന്തരമായ ഒരു KPCC യോഗം, ഭാരവാഹി യോഗം വിളിച്ചു ചേരണമെന്ന് ആവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി തന്നെ ഒരു തീരുമാനമെടുക്കുന്നത്. എന്തായാലും ഒരു യോഗം ചേരുകയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന അടക്കമുള്ള നിർണായക വിഷയങ്ങളും ചർച്ചയാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, കോൺഗ്രസിൽ പുതിയ കരുനീക്കം, പ്രധാന വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KPCC പ്രസിഡന്റിന് കത്ത് ലഭിച്ചിട്ടുള്ളത്. KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് കത്ത് നൽകിയത്. പ്രത്യേകിച്ച് അടിയന്തര KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണമെന്നൊക്കെയാണ് ആവശ്യം. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അതുപോലെ തന്നെ നയപരമായ തീരുമാനങ്ങളും ഒക്കെ എടുക്കുമ്പോൾ പാർട്ടിയും സർക്കാരും തമ്മിൽ ഒരു ഏകോപനം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫിലി ഡിസൂസ.